നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF മികച്ച ഭൂരിപക്ഷം നേടുമെന്നും അത് 5000-ൽ കുറയില്ലെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. UDF വളരെ ഐക്യത്തിലാണ് അവിടെ പ്രവർത്തിച്ചത്. MV ഗോവിന്ദന്റെ RSS പ്രസ്താവന UDFന് ഗുണകരമായെന്നും M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം UDFന്റെ സാധ്യതയെ ബാധിച്ചില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നും മുരളീധരൻ പറഞ്ഞു. മുസ്ലിം ലീഗ് അവരുടെ സ്ഥാനാർത്ഥി നിൽക്കുന്നത് പോലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു. ശശി തരൂരിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്താനാകുമോ എന്ന് അറിയാത്തതിനാലാണ് ബന്ധപ്പെടുത്താതിരുന്നത്. പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ശശി തരൂർ പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൽ പാർട്ടി നേതൃത്വത്തിന് തരൂരുമായി യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോഴത്തെ നേതൃത്വവുമായി തരൂരിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും എല്ലാ കാര്യത്തിലും ശശി തരൂരുമായി കൂടിയാലോചന നടത്തുന്നുണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യമന്ത്രി ഒളിച്ചുകളി നടത്തണമെന്നും RSSന്റെ ഭാരതാംബ ചിത്രം വയ്ക്കാൻ പാടില്ലെന്ന് ആവശ്യപ്പെടണമെന്നും മുരളീധരൻ പറഞ്ഞു. ഇത് ആവശ്യപ്പെട്ട് കത്ത് നൽകണം, ശക്തമായ ഭാഷയിൽ കത്ത് നൽകണം. UDF അധികാരത്തിലെത്തിയാൽ തീർച്ചയായും കത്ത് നൽകും. ഇപ്പോഴത്തെ ഗവർണർ പ്രവർത്തിക്കുന്നത് പക്ക സംഘപരിവാർ അജണ്ടയുമായിട്ടാണെന്ന് കെ മുരളീധരൻ ആരോപിച്ചു. അതേസമയം UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാൻ താനില്ലെന്നും മുസ്ലിം ലീഗിന്റെ വോട്ട് PV അൻവറിന് ലഭിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിലമ്പൂരിൽ UDF പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള വിജയം നേടിയിരിക്കും. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിരിക്കും. ഭൂരിപക്ഷം താൻ പറയുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. മുന്നണിയിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നതാണ് ലീഗിന്റെ രീതി. മുസ്ലിം ലീഗ് പ്രവർത്തകർ ഷൗക്കത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ലീഗിന്റെ വോട്ട് അൻവറിന് കിട്ടുമെന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നണിക്ക് വേണ്ടി ലീഗ് പ്രവർത്തിച്ചു. അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നത് എനിക്കറിയില്ല. അൻവറിന്റെ UDF പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതല്ല. അക്കാര്യത്തിൽ പിന്നീട് മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.